നമസ്കാരം കൂട്ടുകാരെ. വ്ളോഗിംഗ് വിത്ത് അലീന അനീഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളങ്ങനെ ബുള്ളറ്റിൽ കണ്ണൂരെത്തി. അവിടെ നിന്ന് ഞങ്ങൾ പറശ്ശിനിയിലേക്കാണ് നേരെ പോയത്. പറശ്ശിനി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെയൊക്കെ കയറി അവിടുത്തെ പ്രസാദമാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. ബോട്ടിങ് നല്ല രസമായിരുന്നു. ഇങ്ങനെ നല്ല കിളികളുടെ സൗണ്ടും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്തായാലും അവിടെ. നല്ല തണുത്ത കാലാവസ്ഥ. അതിനുശേഷം ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. സ്നേക്ക് പാർക്കിലൊക്കെ പോയി. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു, റീൽസൊക്കെ പിടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഷാപ്പിലേക്കാണ് പോയത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ തന്നെ കള്ളൊക്കെ ചെത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നല്ല സിനിമയിലൊക്കെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഉള്ള ഷാപ്പുകളും ഈ കള്ള് ചെത്തുന്നതും അതൊക്കെ കണ്ട് നല്ല രസമുണ്ട്. ഞാൻ കളിയാട്ടം സിനിമയ്ക്കകത്തൊക്കെ കണ്ട ഒരു ഫീൽ എനിക്ക് അന്നേരം തോന്നി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങനെ നടന്നു പോകുന്ന വഴിയാണിത്. തിരിച്ച് നടന്നു പോയി കഴിഞ്ഞ് ഞങ്ങൾ ഓർത്തെന്നാൽ പൈതൽ മല എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തു. പൈതൽ മലയിലേക്ക് ഞങ്ങൾ പോയി. അവിടെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, തണുപ്പായിരുന്നു. കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ വെയിലുണ്ടായിരുന്നെങ്കിലും അധികം ചൂടടിച്ചില്ല. ഒരു തണുത്ത കാലാവസ്ഥയായിരുന്നു. നല്ല ഒരുപാട് നല്ല കാഴ്ചകളുള്ള ഒരു മലയാണ് പൈതൽ മല. എന്തായാലും നിങ്ങൾ കണ്ണൂർ പോവുകയാണെങ്കിൽ ഈ പൈതൽ മല ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് കാഴ്ചകൾ, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്കത് നൽകും. അവിടെ നിന്ന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കണ്ണൂർ കോക്ടെയിൽ കുടിച്ചു. കണ്ണൂർ കോക്ടെയിലൊക്കെ കുടിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിൽ അവിടെ ഉത്സവം ഉണ്ടായിരുന്നു. അവിടെ പോയി. ഞാൻ ആദ്യമായിട്ടാണ് തെയ്യമൊക്കെ നേരിട്ട് കാണുന്നത്. കുറച്ച് ഇത് രാത്രിയിലത്തെയാണ്. നാളെ രാവിലെയാണ് കൂടുതൽ തെയ്യങ്ങളുള്ളതെന്ന് ജ്യോതിയൊക്കെ പറഞ്ഞത്. ഇനിയും നാളത്തേക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. അതിനുശേഷം രാത്രിയിൽ വലയിട്ട് മീനെ പിടിച്ചു. അതിനെ ചുടുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ വറുത്തും കറി വെച്ചുമൊക്കെ കഴിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ മീനെ ചുട്ട് കഴിക്കുന്നത്. ആദ്യം അത് കണ്ടപ്പോൾ എങ്ങനെ കഴിക്കും, കൊള്ളത്തില്ലായിരിക്കും എന്നൊക്കെയാണ് മനസ്സിൽ തോന്നിയത്. പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നേരം വെളുത്ത് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അവിടെ തെയ്യക്കോലങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. തെയ്യം ഇത് കാണുന്നത് ഗുളികൻ തെയ്യമാണ്. ഇത് ഒരുപാട് നമ്മളിങ്ങനെ ഓടി നടക്കുകയും കുട്ടികളുടെ അടുത്തൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ തെയ്യങ്ങളൊക്കെ കാണുന്നത്. ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ ഇനിയും കുട്ടികളെയും കൂട്ടി ഇവിടെ വന്ന് ഇനിയും വരണമെന്ന് നമുക്ക് തോന്നും. ഗുളികൻ തെയ്യം ഓടി നടന്ന് മരത്തെ കയറിയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് നേരം അവിടെ ഇരുന്ന് തിരിച്ച് കമ്പൊക്കെ താഴോട്ടിടുകയും ആൾക്കാരോട് ബഹളമൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരുപാട് നേരം അവർ ശ്രമിച്ച് കഴിഞ്ഞിട്ടാണ് താഴെ ഇറക്കിയത്. ഇങ്ങനെ ഞാൻ ഓടി നടക്കുമായിരുന്നു ഇത് കാണാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാനും ഓടുകയായിരുന്നു. അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ഇവിടെ വരാൻ സാധിച്ചതിനും ഇവിടെയുള്ള നാട്ടുകാർ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുന്ന് തിരിച്ചു പോകാനേ മനസ്സില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ഒത്തിരി നാൾ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് വിഷമത്തോടെ ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.